ഹലോ ആൻഡ് വെൽക്കം ടു KS മെൻറ്റർ. KS മെൻറ്ററിൻ്റെ കറണ്ട് അഫയേഴ്സ് ബൂസ്റ്റർ സീരീസിലേക്ക് സ്വാഗതം. മാർച്ച് ആദ്യത്തെ 2 ആഴ്ചയിലുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ ആദ്യം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള മേജറായിട്ടുള്ള ന്യൂസ് നമുക്ക് നോക്കാം. ആമസോണിയ 1 എന്ന് പറയുന്ന ഉപഗ്രഹം റീസെൻ്റ്ലി ISRO വിക്ഷേപിച്ചു. അതിൽ ചോദിക്കാവുന്നത് ആമസോണിയ 1 ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ് എന്ന രീതിയിൽ ചോദിക്കാം. അതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് ബ്രസീലാണ്. ബ്രസീലിൻ്റെ ഉപഗ്രഹത്തിന് ISROയുടെ PSLV C51 എന്ന ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ റീസെൻ്റ്ലി വിക്ഷേപിച്ചത്. ഇതിനോടൊപ്പം തന്നെ ഒരു 18 മറ്റ് സാറ്റലൈറ്റും ISRO വിക്ഷേപിച്ചിരുന്നു. ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഓർക്കേണ്ടത് ISROയുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഏതാണ്? അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. നേരത്തെ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആയിരുന്നു നേരത്തെ കൊമേഴ്ഷ്യൽ ആമായിട്ട് പ്രവർത്തിച്ചിരുന്ന. ISROയുടെ തന്നെ രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ ആമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇനിയും ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? G. നാരായണൻ, മലയാളിയാണ്. ഇദ്ദേഹം റോക്ക് സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഹെഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആമസോണിയ 1 എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ ആണെന്ന് പറഞ്ഞു. ആമസോൺ കാടുകൾ ബ്രസീലിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർക്കാം. ഇതൊരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. എർത്ത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മേളിൽ നിന്ന് എർത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് ഏതാണെന്ന് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഇതൊരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് സാറ്റലൈറ്റ്സിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം. ഇതിൽ പ്രധാനമായിട്ട് 3 തരം സാറ്റലൈറ്റുകളാണുള്ളത്. ആസ്ട്രോണമിക്കൽ സാറ്റലൈറ്റ്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, പിന്നെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ഇതിൽ ആസ്ട്രോണമിക്കൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ബഹിരാകാശത്തേക്ക് അയച്ച സാറ്റലൈറ്റ് അവിടെ നിന്ന് പുറമെ ലോകത്തെ പഠിക്കുന്ന പുറത്തുനിന്നുള്ള കിരണങ്ങളെയും UV റേസും പല ഫ്രീക്വൻസിയിലുള്ള എനർജീസിനെയും ഇമേജസിനെയും എല്ലാം കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് അയക്കുന്ന സാറ്റലൈറ്റ് ആണ് ആസ്ട്രോണമിക്കൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ആസ്ട്രോണമിക്കൽ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ആസ്ട്രോസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ്. ഇതുപോലെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ നടുക്ക് നിൽക്കുന്ന സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഇൻസാറ്റ് സീരീസ്, പിന്നെ GSAT സീരീസിലെല്ലാം വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത ഉള്ളതാണ് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ്, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ്. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് മേളിൽ നിന്നിട്ട് താഴെ ഭൂമിയെ കുറിച്ച് പഠിക്കുക, ഭൂമിയുടെ വെതറോ അല്ലെങ്കിൽ ക്ലൈമറ്റോ അല്ലെങ്കിൽ മറ്റ് മാപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റ്സ് ആണ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ IRS, കാർട്ടോസാറ്റ്, റിസോസാറ്റ് എല്ലാം പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിക്ഷേപിച്ച സാറ്റലൈറ്റുകളാണ്. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റിൻ്റെ തന്നെ ഉപഭാഗങ്ങളാണ് നാവിഗേഷൻ സാറ്റലൈറ്റ് അല്ലെങ്കിൽ റിക്കോണസൻസ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ വെതർ സാറ്റലൈറ്റ്സ് എന്നൊക്കെ പറയപ്പെടുന്നത്. ഇതിൻ്റെ തന്നെ സബ് ഡിവിഷൻസ് ആണ്. ഇപ്പം നാവിഗേഷൻ സാറ്റലൈറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മാപ്പിംഗ്, ഇപ്പോൾ GPS എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതിന് പകരം ഇന്ത്യൻ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള അയച്ച ഉപഗ്രഹങ്ങളാണ് IRNSS അല്ലെങ്കിൽ നാവിക് എന്ന് പറയുന്ന സാറ്റലൈറ്റിൻ്റെ ഒരു വ്യൂഹം എന്ന് പറയുന്നത്. ഇത് ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. നമ്മുടെ നാവിഗേഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ റിക്കോണസൻസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ശത്രു രാജ്യങ്ങളുടെ സ്പൈയിങ് വർക്ക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന സാറ്റലൈറ്റ്സ് ആണ് റിക്കോണസൻസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. റീസാറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. വെതർ സാറ്റലൈറ്റ് പറയുന്ന പോലെ തന്നെ വെതറിന് പഠിക്കാനായിട്ട്, ക്ലൈമാറ്റിക് കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട്, ഇന്ത്യ ഇപ്പോൾ മൺസൂണിനെ കുറിച്ച് പഠിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അയച്ച സാറ്റലൈറ്റ്സിനാണ് വെതർ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള സാറ്റലൈറ്റ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാറ്റലൈറ്റ്സ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ISRO ആമസോണിയ 1 വിക്ഷേപിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ 18 സാറ്റലൈറ്റ്സും കൂടെ വിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ 18 സാറ്റലൈറ്റിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിന്ധു നേത്ര സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സിന്ധു നേത്ര സാറ്റലൈറ്റ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും DRDO ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ DRDOയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്ത ഒരു സാറ്റലൈറ്റാണ്. DRDOയുടെ കീഴിൽ കുറച്ച് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് DRDO പ്രൊമോട്ട് ചെയ്ത ഒരു സാറ്റലൈറ്റാണ് സിന്ധു നേത്ര സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഓർക്കേണ്ട DRDO ആണ് ഇത് ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തതെന്ന് വേണമെങ്കിൽ ചോദ്യ രൂപത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള സർവെയിലൻസ് ആണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. സിന്ധു നേത്ര എന്ന പേരുള്ള ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള കപ്പലുകളുടെ മൂവ്മെൻറ്റും അല്ലെങ്കിൽ ബൗണ്ടറീസിലുള്ള മൂവ്മെൻ്റ് എല്ലാം പഠിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മുംബൈ ടെറർ അറ്റാക്ക് 26/11 നടന്ന സമയത്ത് ഇന്ത്യൻ ഓഷ്യനിലൂടെയാണ് അവർ എൻ്റർ ചെയ്തത്. അപ്പോൾ അവിടെ സർവെയിലൻസിൻ്റെ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് അവർക്ക് സുഖമായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റിയത്.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സിന്ധു നേത്ര എന്ന് പറയുന്ന സാറ്റലൈറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ള ഉപഗ്രഹമാണ് ആർട്ടിക്ക M എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ്. ഇത് വിക്ഷേപിച്ച രാജ്യം ഏതാണ് എന്നാണ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. റഷ്യയാണ് ഇത് വിക്ഷേപിച്ചത്. ഇത് സോയൂസ് 21B എന്ന് പറയുന്ന വാഹനത്തിലാണിത്, സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളിലൂടെയാണ് ഇത് വിക്ഷേപിച്ചത്. ഇതൊരു റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്. അതായത് താഴെ നടക്കുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സാറ്റലൈറ്റാണ്. എമർജൻസി കമ്മ്യൂണിക്കേഷൻസിന് ഇതിന് ഉപയോഗിക്കാം. പ്രധാനമായിട്ടും ആർട്ടിക് റീജിയനിലുള്ള ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് പഠിക്കുക, അവിടെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യത്തിൽ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. ഇത് വിക്ഷേപിച്ച രാജ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റഷ്യയാണ്. റഷ്യ ആർട്ടിക് റീജിയനെ പഠിക്കാൻ വേണ്ടി വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ആർട്ടിക്ക M എന്ന് പറയുന്നത്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മറ്റൊരു വിഭാഗമാണ് ഡിഫൻസ് ടെക്നോളജി. DRDO റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു കറണ്ട് അഫെയർസാണ് ബ്രഹ്മോസ്. ഇപ്പോൾ ഇത് ന്യൂസിൽ വന്നതിന് കാരണം ഫിലിപ്പീൻസുമായിട്ട് നമ്മളിപ്പോൾ ഒരു കരാറിൽ ഏർപ്പെട്ടു. ബ്രഹ്മോസിൻ്റെ ടെക്നോളജി കൈമാറ്റം ചെയ്യാനുള്ള ഒരു കരാറായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ കറണ്ട് അഫെയർസിൽ വന്നത്. ബ്രഹ്മോസ് എന്ന് പറയുന്നത് ബ്രഹ്മോസ്. ബ്രഹ്മ എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ ബ്രഹ്മാണ്. മോസ് എന്ന് പറയുന്നത് മോസ്കോവ, റഷ്യയിലെ മോസ്കോവയുടെ മോസാണ് ബ്രഹ്മോസ് എന്നറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ്. ഈ കൊളാബറേഷനിലൂടെയാണ് നമ്മൾ ബ്രഹ്മോസ് ഡെവലപ്പ് ചെയ്തത്. ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു വെപ്പണാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ന്യൂക്ലിയർ ഹെഡ് വേണമെങ്കിൽ ഘടിപ്പിക്കാം. ഇതൊരു സൂപ്പർ സോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നത്, അതായത് സൗണ്ടിൻ്റെ വേഗതയ്ക്ക് മേളിൽ സഞ്ചരിക്കുന്നതാണ്. ഇതൊരു ക്രൂയിസ് ടൈപ്പ് ഓഫ് മിസൈലാണ്. അതായത് നമുക്കതിൻ്റെ ഗതിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് മിസൈൽസാണ് ഉള്ളത് ബേസിക്കായിട്ട്. ബാലിസ്റ്റിക് മിസൈൽസും ഉണ്ട്, ക്രൂയിസ് മിസൈൽസും ഉണ്ട്. ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ അത് താഴേക്ക് വരും. ഇതിനാണ് ബാലിസ്റ്റിക് ടൈപ്പ് ഓഫ് മിസൈൽസ് എന്ന് പറയുന്നത്. അതേസമയത്ത് ക്രൂയിസ് മിസൈലുകൾ നമുക്കതിൻ്റെ ഗതിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം വിക്ഷേപിച്ച് കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഗതിയെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ ക്രൂയിസ് ടൈപ്പായിട്ടുള്ളൊരു മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അതൊരു സൂപ്പർ സോണിക് മിസൈലാണ്. ഫാസ്റ്റസ്റ്റ് സൂപ്പർ സോണിക് ഇന്ത്യയുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മോസാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ബ്രഹ്മോസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള കൊളാബറേഷൻ ആണെന്ന് നമുക്ക് ചോദിക്കും. റഷ്യയാണ്. ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്നിട്ടുള്ള കൊളാബറേഷനിലാണ് ബ്രഹ്മോസ് ഉണ്ടാക്കപ്പെട്ടത്. അടുത്ത് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി നോക്കേണ്ട മറ്റൊരു കറണ്ട് അഫെയർസാണ് MTCR അഥവാ മൊബൈൽ ട്രെയിൻ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മുടെ ട്രെയിനിലുള്ള കമ്മ്യൂണിക്കേഷനെ സഹായിക്കാനായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ്. നമുക്ക് ട്രെയിനിൻ്റെ ഡിലേ കുറയ്ക്കാനും അപകടം കുറയ്ക്കാനും എല്ലാമാണ് ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇത് എന്ത് ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്? ടെട്രാ റേഡിയോ ബേസ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ടെട്രാ സിസ്റ്റം എന്ന് പറയുന്നത് 2-വേ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പത്തിൽ പോസിബിൾ ആവുന്ന, മൂവ് ചെയ്യുന്ന വാഹനങ്ങളിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന, ലോ കോസ്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. നമ്മളിപ്പോൾ പോലീസ് റിസീവേഴ്സിലെല്ലാം നമ്മൾ ഈ ടെട്രാ ബേസ്ഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ട്രെയിൻ സിസ്റ്റത്തിലും കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനെയാണ് നമ്മൾ MTRC എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു പൈലറ്റ് ബേസിസിൽ വെസ്റ്റേൺ റെയിൽവേസിൽ, അതായത് മുംബൈക്ക് വരുന്ന ആ ഒരു റെയിൽവേസിലാണ് ഇപ്പോൾ നിലവിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം നമ്മുടെ ട്രെയിനിൻ്റെ ഡിലേയും അതുപോലെ അപകടങ്ങളും കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി അടുത്ത് നമുക്ക് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേത് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇറക്കുന്നത് ആരാണ് എന്ന് നമുക്ക് അറിയണം. ഇത് ഇറക്കുന്നത് ഡൗൺ ടു എർത്തും CSC അല്ലെങ്കിൽ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ചേർത്തിട്ടാണ് ഇത് ഇറക്കുന്നത്. ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നൊരു മാഗസീനാണ്, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മാഗസീനാണ്. അവർ ഇന്ത്യയിലുള്ള എൻവയോൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയാണ്, ഇതിലുള്ള പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സിലൂടെയാണ് അവരത് വിശദീകരിക്കുന്നത്. ഇതിൽ നമ്മുടെ റാങ്കാണ്, ഇതിൽ PSC ലെവലിൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ നമുക്ക് ചോദിക്കാവുന്നത്. 117 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 117. ഇപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് ക്രൈംസ് നടക്കുന്നത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഈ 3 സ്റ്റേറ്റ്സിലാണ്. 77% വൈൽഡ് ലൈഫ് ക്രൈംസും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ 3 സ്റ്റേറ്റ്സിലാണെന്നതും കൂടെ ഓർത്തിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയുടെ റാങ്കിങ് ആണ് ഓർക്കേണ്ടത്. 117. 192 രാഷ്ട്രങ്ങളിൽ 117 ഇന്ത്യയുടെ റാങ്കിങ് സ്റ്റേറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ റിപ്പോർട്ട് പ്രകാരം. ഇത് ഇറക്കുന്നത് ആരാണ്? ഡൗൺ ടു എർത്ത് മാഗസീനും അതുപോലെ CSC സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റുമാണ് ഇത് ഇറക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ അത് എവിടെയാണ് വന്നതെന്ന് ചോദിക്കാം. പട്നയിലാണ്, ബീഹാറിലെ പട്നയിലാണ് അത് വന്നിരിക്കുന്നത്. ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ. ഡോൾഫിൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 പ്രകാരമാണ്
നമ്മളത് പറയുന്നത്. അതിൽ ഷെഡ്യൂൾ 1 ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻഡേഞ്ചർ സ്പീഷീസിൽ വരുന്നതാണ്. അപ്പോൾ ഡോൾഫിൻ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസാണ്, ഷെഡ്യൂൾ 1 വരുന്നതാണ്. ഇത് നാഷണൽ അക്വാറ്റിക് അനിമലും കൂടിയാണ്. ഇന്ത്യയുടെ നാഷണൽ അക്വാറ്റിക് അനിമൽ എന്ന് പറയുന്നത് ഡോൾഫിനാണ്. അത് 2009 പ്രഖ്യാപിച്ചത്. അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. പിന്നെ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ഈ ഡോൾഫിൻ പോപ്പുലേഷൻ, റിവർ ഡോൾഫിൻ്റെ പോപ്പുലേഷൻ അഥവാ ഈ ഫ്രഷ് വാട്ടർ ഡോൾഫിൻ്റെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ബീഹാറിലാണ്. അപ്പോൾ ഈ കോണ്ടെക്സിൽ നമ്മൾ ഓർക്കേണ്ടത് ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ഓർത്തിരിക്കുക. നിതീഷ് കുമാറാണ് ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്റർ. ഇത് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് നമുക്ക് SSC എക്സാംസിനും ഡിഗ്രി എക്സാംസിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പട്നയിലാണ് ഈ ഒരു റിസർച്ച് സെൻറ്റർ വരുന്നത്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ പ്ലാറ്റിപ്പസ് സാങ്ച്വറി അത് എവിടെയാണ് വന്നത് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കും. അത് ഓസ്ട്രേലിയയിലാണ് വന്നത്. പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന ഒരു എഗ് ലേയിങ് മാമലാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്നതല്ല, ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ചോദ്യം വരുന്നത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്ലാറ്റിപ്പസ് സാങ്ച്വറി എന്ന രീതിയിൽ ചോദ്യം വരുവാണെങ്കിൽ അത് ഓസ്ട്രേലിയ എന്നാണ് എൻ്റെ ഉത്തരം. ഇനി അടുത്ത് നമുക്ക് 2 ഇൻഡെക്സുകളെ കുറിച്ച് അറിയണം. ഒന്നാമത്തത് ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സിറ്റീസ് അല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റീസ് എടുത്തിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ യോഗ്യമായിട്ടുള്ള സിറ്റി ഏതാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഇൻഡെക്സാണ് ലിവിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. ഇത് ആരാണ് ഇറക്കുന്നതെന്ന് അറിയണം. ഇത് യൂണിയൻ ഹൗസിംഗ് ആൻഡ് അർബൻ മിനിസ്ട്രീസ് ആണ് ഇവർ ഇറക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ലിവബിൾ ആയിട്ടുള്ള സിറ്റി ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിനെയാണ്. ബാംഗ്ലൂരു മില്യൺ പോപ്പുലേഷന് മേളിലുള്ള സിറ്റീസിൻ്റെ റാങ്കിങ്ങിൽ ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്. മില്യണിന് താഴെ വരുന്ന പോപ്പുലേഷനിൽ ഏറ്റവും ഹയസ്റ്റ് റാങ്ക്ഡ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് ഷിംലയാണ്. ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 111 സിറ്റീസിനെ അവർ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തി സിറ്റിസൺസിൻ്റെ തന്നെ റിവ്യൂ എടുത്തതിന് ശേഷമാണ് അവർ ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അവരുടെ ജീവിത നിലവാരം എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും, അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എത്രത്തോളം ഉണ്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എത്രത്തോളം ഉണ്ട്, ഇത്തരം പാരാമീറ്റേഴ്സിലൂടെ വിലയിരുത്തിയതിന് ശേഷമാണ് അവർ ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സിൽ റാങ്കിങ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഇൻഡെക്സാണ് മുനിസിപ്പൽ പെർഫോമൻസ് ഇൻഡെക്സ്. ഇത് മറക്കുന്നത് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയാണ്. അപ്പോൾ നമുക്ക് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്റ്റർ ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കും. ഹർദീപ് സിംഗ് പുരിയാണ് അതിൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഈ കാറ്റഗറിയിൽ മുനിസിപ്പാലിറ്റി പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് ഇൻഡോർ ആണ്. ഇപ്പോൾ 1 മില്യണിന് മേളിൽ ഉള്ള പോപ്പുലേഷൻ ഉള്ള ആ റാങ്കിങ്ങിൽ ഹയസ്റ്റ് വന്നിരിക്കുന്നത് ഇൻഡോർ ആണ്. മില്യൺ പോപ്പുലേഷന് താഴെ ഉള്ള കാറ്റഗറിയിൽ ഹയസ്റ്റ് വന്നിരിക്കുന്നത് ഡൽഹിയാണ്. ഇൻഡോർ എന്തായാലും വളരെയധികം ഓർത്ത് വെക്കുക. ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സിൽ ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്. മില്യൺ പോപ്പുലേഷന് താഴെ വന്നിരിക്കുന്നത് ഷിംലയാണ്. മുനിസിപ്പൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് ഇൻഡോറാണ്. മില്യൺ പോപ്പുലേഷന് താഴെയുള്ള കാറ്റഗറിയിൽ ന്യൂഡൽഹിയാണ്. ഈ 4 പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് റിലീസ് ചെയ്യുന്നത് ആരാണെന്ന് ഓർത്തിരിക്കുക, അർബൻ ആൻഡ് ഹൗസിംഗ് മിനിസ്ട്രിയാണ്. അർബൻ ആൻഡ് ഹൗസിംഗ് മിനിസ്റ്റർ ആരാണെന്ന് ഓർത്തിരിക്കുക, ഹർദീപ് സിംഗ് പുരിയാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ എവിടെയാണ് വന്നത് എന്ന രീതിയിലായിരിക്കും ചോദിക്കാവുന്നത്. ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ റാണിക്കേത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഉത്തരാഖണ്ഡിൽ റാണിക്കേത്ത് എന്ന സ്ഥലത്താണ് വന്നത്. റാണിക്കേത്തിൽ എന്താണ് ഇവർ ചെയ്യുന്നത്, ഒരു കാടിൻ്റെ അകത്ത് ഉള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് നമുക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യുകയും അവിടെ കുറച്ച് നാൾ തങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നിത്യജീവിതത്തിലുള്ള ആ തിരക്കൊക്കെ മാറിയിട്ട് കുറച്ച് ശാന്തത കൈവരിക്കുകയും അവിടെ അവർ കുറേ ആക്ടിവിറ്റീസൊക്കെ തരും. ആ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ മാനസികമായിട്ടുള്ള ഹീലിങ്ങും വേറെ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഹീലിംഗ് എല്ലാം നടക്കുമെന്നാണ് ആ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അത് എവിടെയാണ് വന്നത് എന്ന രീതിയിലായിരിക്കും ചോദ്യം വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹീലിംഗ് സെൻറ്റർ എവിടെയാണ് വന്നത്, ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ എവിടെയാണ് വന്നത്, ഉത്തരാഖണ്ഡിൽ റാണിക്കേത്തിലാണ് അത് വന്നത്. നമ്മൾ ഓർത്ത് വെക്കുക, അത് ഉത്തരാഖണ്ഡിലാണെന്ന് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത് പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് കഴിഞ്ഞ ആഴ്ച വന്ന ഒരു ന്യൂസാണ്, ഓൺലൈൻ റമ്മി ഇപ്പോൾ ഇല്ലീഗലായിട്ട് പ്രഖ്യാപിച്ചത്. ഏത് സ്റ്റേറ്റാണ് അത് ഓൺലൈൻ റമ്മി ഇല്ലീഗലായിട്ട് പ്രഖ്യാപിച്ചത്? കേരളയാണ് അതിൻ്റെ ഉത്തരം. ഇതിൽ നമുക്കിനി ചോദിക്കാവുന്നതെന്ന് പറയുന്നത് ഏത് ആക്ടിനെയാണ് അമെൻഡ് ചെയ്തത്? 1960 കേരള ഗെയിമിംഗ് ആക്ടിനെ അമെൻഡ് ചെയ്തിട്ടാണ് കേരള ഗവൺമെൻറ് അതിനെ ഇല്ലീഗലാണെന്ന് പ്രഖ്യാപിച്ചത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് ഗൈരേക്കി പേച്ചൻ ചെലീക് നാം എന്ന പേരിലുള്ള ഒരു സ്കീം ലോഞ്ച് ചെയ്തത്. ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കാം. അത് ഉത്തരാഖണ്ഡിലാണ് അത് ലോഞ്ച് ചെയ്തത്, നൈനിറ്റാളിലാണ് അത് പ്രാവർത്തികമാക്കിയത്. എന്താണ് ഈ സ്കീം എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ പെൺകുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്
ആ വീട്ടിലെ ഏറ്റവും ഇളയ പെൺകുഞ്ഞിൻ്റെ പേര് തന്നെ ആ വീട്ടുപേരായിട്ട് ഇടുന്നു. ഈ ഒരു സ്കീമിനെയാണ് ഗൈരി കി പെഹ്ചാൻ ചെലീക് നാം എന്ന് ഉത്തരാഖണ്ഡിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത് എവിടെ എന്നായിരിക്കും ചോദിക്കുന്നത്. ഉത്തരാഖണ്ഡിലാണെന്ന് ഓർത്തിരിക്കുക. ഉത്തരാഖണ്ഡിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് നൈനിറ്റാൽ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് അത് ലോഞ്ച് ചെയ്തത്. നേരത്തെ നമ്മൾ ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ കണ്ടു, അത് ഉത്തരാഖണ്ഡിൽ തന്നെ റാണിക്കേത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇത് നൈനിറ്റാലിലാണ് ഈ ഒരു സ്കീം ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റ് പ്രദേശങ്ങളിലും ഉത്തരാഖണ്ഡിൽ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസിൽ വന്നത് നൈനിറ്റാലിലെ ലോഞ്ചാണ്. അതുകൊണ്ട് ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഉത്തരാഖണ്ഡിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഉത്തരാഖണ്ഡിൻ്റെ CM ത്രിവേന്ദ്ര സിംഗ് റാവത്താണ്, അത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ പടത്തിൽ കാണുന്നത് ഈ പെൺകുട്ടിയുടെ പേര് ഹിമാനി എന്നാണ്. അപ്പോൾ ആ പേര് ആ വീടിന് ഇട്ടിരിക്കുന്നു, അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എവിടെയാണ് ലോഞ്ച് ചെയ്തത്? ഉത്തരാഖണ്ഡിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പെൺകുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കാനും പെൺകുഞ്ഞുങ്ങളുടെ ഭ്രൂണഹത്യ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ്, റീസെൻ്റ്ലി നടന്ന അപ്പോയിൻമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഇതിൽ ഓർക്കേണ്ട ഒന്നാണ് UN അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറലായിട്ട് UN എക്കണോമി ഡിവിഷനിൽ ഒരു ഇന്ത്യൻ വംശജനെ ഇപ്പോൾ നിയമിച്ചു. ലിഗിയ നൊറോഞ്ഞ എന്നാണ് പേര്. ഒരു എക്കണോമിസ്റ്റാണ്, ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള എക്കണോമിസ്റ്റാണ്. ഈ പുള്ളിക്കാരി ക്ലൈമറ്റ് മിറ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള UNൻ്റെ പല ടാസ്കിലും പുള്ളിക്കാരി അതിനെ ഹെഡ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്ര റിലവൻ്റ് അല്ല, എങ്കിലും അത് കറണ്ട് അഫയേഴ്സ് ന്യൂസിൽ വന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോവുക. ലിഗിയ നൊറോഞ്ഞ എന്നാണ് ഈ പുള്ളിക്കാരിയുടെ പേര്. ഇനി അടുത്തത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി നിയമിതനായത് VP ജോയ് ആണ്. നമുക്ക് അദ്ദേഹത്തിന് സുപരിചിതനാണ്. അദ്ദേഹത്തിന് നമുക്ക് പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിമിഷജാലകം എന്ന് പറയുന്ന പോയട്രിയുടെ സമാഹാരം എഴുതിയത് ആര് എന്ന രീതിയിലൊരു ചോദ്യം വരാം. പൊറ്റക്കാട് അവാർഡൊക്കെ കിട്ടിയ ഒരു കവിതകളുടെ ഒരു സമാഹാരമാണ്. ഇത് എഴുതിയത് VP ജോയ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കറണ്ട് അഫയേഴ്സ് ന്യൂസ് നോക്കാം. ഇതിൽ ആദ്യത്തെ റെസ്ലിംഗ് റിലേറ്റഡ് ന്യൂസാണ്. വിനേഷ് ഫോഗാട്ട് ഇപ്പോൾ യുക്രൈനിൽ നടന്ന ഒരു റെസ്ലിംഗ് ഇവൻറ്റിൽ 53 കിലോഗ്രാം കാറ്റഗറിയിൽ സ്വർണം നേടി. ഈ വ്യക്തി വളരെ പ്രധാനമുള്ള ഒരു വ്യക്തിയാണ്. ടോക്കിയോ ഒളിമ്പിക്സിന് ക്വാളിഫൈ ചെയ്ത ഒരേ ഒരു വനിത, ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് വിനേഷ് ഫോഗാട്ടാണ്. അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓർത്തിരിക്കേണ്ട പേരാണ് വിനേഷ് ഫോഗാട്ട് എന്ന് പറയുന്ന പേര്. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരെന്ന് പറയുന്നത് ബജ്റംഗ് പൂനിയയാണ്. ഇദ്ദേഹം 65 കിലോഗ്രാം കാറ്റഗറിയിലാണ് ഇപ്പോൾ റീസെൻ്റ്ലി റോമിൽ നടന്നൊരു ഇവൻറ്റിൽ, റെസ്ലിംഗ് ഇവൻറ്റിൽ ജയിച്ചത് ബജ്റംഗ് പൂനിയ. ഈ വ്യക്തി ആ ഒരു വിജയത്തോടു കൂടി വേൾഡ് നമ്പർ 1 ആയി മാറിയിരിക്കുകയാണ്. 65 കിലോഗ്രാം കാറ്റഗറിയിൽ റെസ്ലിംഗ് നമ്പർ 1 ഇപ്പോൾ നിലവിൽ ബജ്റംഗ് പൂനിയയാണ്. ഈ പേര് നമ്മൾ ഓർത്തിരിക്കുക, വിനേഷ് ഫോഗാട്ട്, ബജ്റംഗ് പൂനിയ. ഇനി ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് നമ്മൾ വിമൺ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. വിമൺ ഫുട്ബോളിൻ്റെ വിമൺസ് ഫുട്ബോൾ ലീഗ്, നമ്മൾ ISL മെൻസ് ഫുട്ബോൾ ലീഗൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിമൺസ് ഫുട്ബോൾ ലീഗ് ഇപ്പോൾ നടക്കുന്നു. അത് എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിക്കാം. ഒഡീഷയിലാണ് ഈ വർഷം അത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ ഓർക്കേണ്ട മറ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2022 അണ്ടർ 17 വിമൻസ് വേൾഡ് കപ്പും അതുപോലെ AFC അതായത് ഏഷ്യൻ ഫെഡറേഷൻ കപ്പ് വിമൻസ് ചാമ്പ്യൻഷിപ്പും ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. അത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത് ഇന്ത്യൻ വിമൻ ഫുട്ബോളിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2022 ഇത് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ചില പോയിൻറ്റ്സും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രഫുൽ പട്ടേലാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓർത്തിരിക്കുക ന്യൂഡൽഹിയിലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ, ഫീമെയിൽ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ലോയിക്ടോങ് ആശ്ലത ദേവിയാണ്. ഇന്ത്യൻ ഫീമെയിൽ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പുള്ളിക്കാരി ഒരു ഡിഫൻഡറാണ്, മണിപ്പൂരുകാരിയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഫീമെയിൽ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ലോയിക്ടോങ് ബാം ആശ്ലത ദേവി എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഇനി അടുത്തത് റീസെൻ്റ്ലി ന്യൂസിൽ വന്നത് മേരി കോം ന്യൂസിൽ വന്നിരുന്നു. ഈ വ്യക്തി നമുക്കറിയാം ഒരു ബോക്സറാണ്. ഇപ്പോൾ റീസെൻ്റ്ലി വന്നത് IBA ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിച്ച വ്യക്തി, ആ വ്യക്തി മേരി കോമാണ്. ഇത് വളരെയധികം ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ ഇത് ന്യൂസിൽ വന്നുകൊണ്ട് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടൊരു ന്യൂസാണ്. IBAയുടെ ചാമ്പ്യൻസ് ആൻഡ് വെറ്ററൻസ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് നിയമിച്ചത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മേരി കോമാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് കിരോൺ പോളാർഡ് ഇപ്പോൾ ന്യൂസിൽ വന്നായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ 6 6 ഒരു ഓവറിൽ 6 പന്തുകളും 6 അടിച്ച വ്യക്തിയാണ്. മൂന്നാമത്തെ വ്യക്തിയാണ്. യുവരാജ് സിംഗ് അടിച്ചിരുന്നു, പിന്നെ ഹെർഷൽ ഗിബ്സൺ നേടിയിരുന്നു. ഇതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി കിരോൺ പോളാർഡും 6 6 അടിച്ചു. ഇത് വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്ലെയറാണ്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഒരു ഗെയിമിലാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു അച്ചീവ്മെൻറ്റ് കരസ്ഥമാക്കിയത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത്
ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് എന്ന് പറയുന്നൊരു ലിസ്റ്റ് റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്യപ്പെട്ടു. അതെന്ന് പറയുന്ന ഈ ബില്യണേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺസിൻ്റെ ലിസ്റ്റാണ് ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിൽ വന്നത് ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ടെസ്ലയുടെ CEO ആയിട്ട് പ്രവർത്തിക്കുന്ന സ്പേസ് എക്സ് എന്ന് പറയുന്ന ഉപഗ്രഹങ്ങളെയൊക്കെ വിക്ഷേപിക്കുന്ന ഏജൻസി നടത്തുന്ന വ്യക്തിയാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ടോപ്പിൽ വന്നത് മുകേഷ് അംബാനിയാണ്. അദ്ദേഹത്തിൻ്റെ റാങ്ക് എത്രയായിരുന്നു? 8 ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ റാങ്ക് 8 ആയിരുന്നു. ഏറ്റവും ടോപ്പിൽ വന്നത് മുകേഷ് അംബാനിയാണ്. ഇത് ടോപ്പ് 10 വന്ന ഇന്ത്യക്കാരൻ ആരാണെന്ന രീതിയിൽ ചോദിക്കാം. മുകേഷ് അംബാനി ഈ ഹുറൂൺ റിച്ച് ലിസ്റ്റിൽ എത്രാമത്തെ വ്യക്തിയായിരുന്നു എന്ന രീതിയിലും വേണമെങ്കിൽ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. ഇനി ഇതിൽ നമുക്ക് അറിയേണ്ട ചില ഫാക്ട്സ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ബില്യനേഴ്സ് ഉള്ള രാഷ്ട്രം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ചൈനയാണ് ഈ ലിസ്റ്റ് പ്രകാരം. അതിനുശേഷം US ആണ്. അതിന് മൂന്നാമതാണ് ഇന്ത്യ വരുന്നത്. പിന്നെ ഇത് ഇറക്കുന്നത് ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ ഹുറൂൺ റിപ്പോർട്ട് ഇൻകോർപ്പറേഷനാണ് ഇത് ഇറക്കുന്നത്. അത് ഷാങ്ഹായ് മുംബൈ ബേസ് ആയിട്ടുള്ള ഒരു റിസർച്ച് പ്ലാറ്റ്ഫോമാണ്. ഇവരാണ് ഹുറൂൺ റിച്ച് ലിസ്റ്റ് ഇറക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഓർക്കേണ്ട ആ റിച്ച് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വന്നത് ഇലോൺ മസ്ക് ആണ്. അതിൽ ടോപ്പ് 10 വന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് മുകേഷ് അംബാനിയാണ്. 8ാം സ്ഥാനത്താണ് അദ്ദേഹം വന്നത്. അടുത്ത അവാർഡ് കാറ്റഗറിയിൽ ഓർക്കേണ്ട ഒന്നാണ് ഈ ദാദാ സാഹബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം അവാർഡ് 2021. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ആക്ടർ ആരാണ്, ബെസ്റ്റ് ആക്ട്രസ് ആരാണ്, ബെസ്റ്റ് ഫിലിം ഏതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇതിൽ ഇപ്രാവശ്യം നമ്മൾ ക്രിട്ടിക്സ് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ നമ്മൾ സുശാന്ത് സിംഗ് രാജ്പുത്ത് റീസെൻ്റ്ലി അന്തരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിട്ടിക്സ് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ അവാർഡ് കൊടുത്തു. ബെസ്റ്റ് ആക്ടർ ഫീമെയിലായിട്ട് ദീപിക പാദുക്കോണ് ചപ്പാക്ക് എന്ന് പറയുന്ന ആസിഡ് ബേൺ വിക്ടിമിൻ്റെ ഒരു കഥാപാത്രത്തെയാണ് പുള്ളിക്കാരി അതിൽ അവതരിപ്പിച്ചത്. ബെസ്റ്റ് ആക്ടറായിട്ട് അക്ഷയ് കുമാറാണ് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഹൊറർ ഫിലിമിലാണ് അദ്ദേഹം ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചത്. പിന്നെ ബെസ്റ്റ് ഡയറക്ടറായിട്ട് അനുരാഗ് ബസു ലൂഡോ എന്ന് പറയുന്ന ചിത്രത്തിനാണ് അനുരാഗ് ബസുവിനാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയത്. പിന്നെ ബെസ്റ്റ് ഫിലിം തൻഹാജി അജയ് ദേവ്ഗണിൻ്റെ തൻഹാജി ദ അൺസങ് വാരിയർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ബെസ്റ്റ് ഫിലിം കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന അവാർഡ് കിട്ടുന്ന ആർക്കാണ്, അല്ലെങ്കിൽ പിന്നെ ബെസ്റ്റ് ആക്ട്രസ് ഫീമെയിൽ കാറ്റഗറിയിൽ ആർക്കാണ് കിട്ടി. ഈ 2 ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ ഓർക്കേണ്ടത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ്. 78ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് ആണ്. ഇതിൽ ബെസ്റ്റ് ഫിലിം ഡ്രാമ കാറ്റഗറിയിൽ നൊമാഡ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഇതിനാണ് കിട്ടിയത്. 2008 ഫിനാൻഷ്യൽ ക്രൈസിസിന് ശേഷം അമേരിക്കൻ ജനതയിലെ കുറേ പേര് നൊമാഡ്സ് എന്ന രീതിയിൽ അലഞ്ഞു തിരിയുന്നു എന്ന രീതിയിൽ അത്തരം കഥാപാത്രങ്ങൾ ചേർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണ് നൊമാഡ് ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ബെസ്റ്റ് ഫിലിം കോമഡി മ്യൂസിക്കലിൽ ബൊറാറ്റ് സബ്സിക്വൻറ്റ് മൂവി ഫിലിം എന്ന് പറയുന്നൊരു കോമഡി സിനിമയ്ക്കാണ്. പിന്നെ ബെസ്റ്റ് ഡ്രാമ സീരീസ് ദ ക്രൗൺ എന്ന് പറയുന്ന സീരീസിനാണ് ബെസ്റ്റ് ഡ്രാമ സീരീസ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്. എലിസബത്ത് രാജ്ഞിയുടെ സക്സഷനും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സീരീസിൽ പ്രതിപാദിക്കുന്നത്. പിന്നെ ബെസ്റ്റ് മ്യൂസിക്കൽ ഓർ കോമഡി സീരീസ് ഷിറ്റ്സ് ക്രീക്ക് എന്ന് പറയുന്ന ഒരു സീരീസിനാണ്. ബെസ്റ്റ് മിനി സീരീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ക്യൂൻസ് ഗാംബിറ്റ് എന്ന് പറയുന്ന ഒരു സീരീസിനാണ്. ഒരു ചെസ് പ്ലെയർ പ്രോഡിജിയുടെ കഥയാണ് ക്യൂൻസ് ഗാംബിറ്റ് പറയുന്നത്. ബെസ്റ്റ് മിനി സീരീസ് ഓർ ടെലിവിഷൻ മൂവി എന്ന കാറ്റഗറിയിലാണ് ക്യൂൻസ് ഗാംബിറ്റിന് അവാർഡ് കിട്ടിയത്. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന അവാർഡ് കിട്ടിയത് ചാഡ്വിക് ബോസ്മാൻ ആണ്. ഈ വ്യക്തി ഈ ആക്ടർ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച് വളരെയധികം ഫെയിമിൽ നേടിയ വ്യക്തിയാണ് ചാഡ്വിക് ബോസ്മാൻ. റീസെൻ്റ്ലി കൊളോൺ ക്യാൻസർ വന്നിട്ട് ഇദ്ദേഹം നിര്യാതനായി. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ചാഡ്വിക് ബോസ്മാനാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇപ്രാവശ്യം ഗോൾഡൻ ഗ്ലോബിൽ കൊടുത്തത്. ഇനി നമുക്ക് മേജർ കൺവെൻഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു 2 ആഴ്ചയിൽ നടന്നതെന്ന് നോക്കാം. 16th ഫിക്കി ഹയർ എഡ്യൂക്കേഷൻ സമ്മിറ്റ് 2021 റീസെൻ്റ്ലി കണ്ടക്ട് ചെയ്യപ്പെട്ടു. പൊതുവെ ഡിഗ്രി എക്സാമിനൊക്കെ നമുക്ക് കാണുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു സമ്മിറ്റ് എവിടെയാണ് നടത്തിയത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊറോണ സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന കൺവെൻഷൻസ് എല്ലാം വിർച്വലിയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചോദ്യം നമുക്ക് ചോദിക്കത്തില്ല. പകരം അത് റിലേറ്റ് ചെയ്തുള്ള അതിൻ്റെ തീമോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു, അതിൻ്റെ മെയിൻ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ, ആ രീതിയിലൊക്കെ അല്ലെങ്കിൽ ആരാണ് നടത്തിയത് എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിനെയും കമേഴ്ഷ്യൽ സെക്ടറിനെയും കൂടെ ചേർത്തുണക്കിക്കൊണ്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളുമാണ് ഈ ഒരു ഫിക്കിയുടെ എഡ്യൂക്കേഷൻ സമ്മിറ്റിൽ ചർച്ചയായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നടത്തുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിക്കി എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അവരാണ് ഫിക്കി എന്ന് പറയുന്നത്. കൊമേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഫെഡറേഷനാണ്. ഏതൊക്കെ മിനിസ്ട്രീസാണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അതായത് നമ്മുടെ പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ കൊമേഴ്ഷ്യലി ഇൻഡസ്ട്രീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളായി മാറണം. അപ്പോൾ ഈ ഒരു ഐഡിയ കൊണ്ടുവരാനായിട്ടാണ് അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളുമാണ് ഈ ഒരു യോഗത്തിൽ നടക്കുന്നത് മേജറായിട്ട്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് റൈസ്
എന്നാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഹയർ എഡ്യൂക്കേഷൻ അറ്റ് 2030 റൈസിൻ്റെ അബ്രിവേഷൻ റെസിലിയൻസ് ഇന്നോവേഷൻ സസ്റ്റൈനബിലിറ്റി എൻ്റർപ്രൈസ് എന്നാണ്. റൈസ് നമ്മൾ ഓർക്കുക, അത് ഫിക്കി ഹയർ എഡ്യൂക്കേഷൻ സമ്മിറ്റിൻ്റെ തീമായിട്ട് വന്നതാണ്. പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അവർ പ്രാധാന്യം ഊന്നിക്കൊണ്ടാണ് ഈ ഒരു ചർച്ചയെല്ലാം മുന്നോട്ട് പോയത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ റീസെൻ്റ്ലി മുന്നോട്ട് വെച്ച ഒരു പോളിസിയാണ്. ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിന് പ്രതിപാദിക്കുന്ന പ്രൈമറി എഡ്യൂക്കേഷൻ സെക്ടറിനെ കുറിച്ചും എല്ലാം അവർ ലോങ് ടേമിലുള്ള അവരുടെ വിഷനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള, കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ ഡെവലപ്പ് ചെയ്യാനും ഇൻഡസ്ട്രീസിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട പെർഫോമൻസ് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ഇതിൽ തന്നെ പല സജഷൻസ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഹെക്കി എന്ന് പറയുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അവരുടെ ഒരു ഐഡിയ ആണ്. പിന്നെ കോളേജസ് എല്ലാം കുറച്ചുകൂടി ഓട്ടോണോമസ് ആക്കണമെന്ന് അവർ മുന്നോട്ട് വെക്കുന്നു. ഇപ്പോഴും നിലവിലുള്ള അഫിലിയേഷൻസ് എല്ലാം വിട്ട് ഗ്രാജുവലി മെല്ലെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന കോളേജസും യൂണിവേഴ്സിറ്റീസുമായിട്ട് മാറണം എന്നാണ് അവരിതിലൂടെ വിഷനിലൂടെ പറയുന്നത്. അപ്പോൾ ഇതും ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ മേളിൽ അവർ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഭാവിയിൽ യൂണിവേഴ്സിറ്റീസും അതുപോലെ ഇൻഡസ്ട്രീസിന് റിലവൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അവരിതിൽ ചർച്ചയിലൂടെ അവർ പറയുന്നത്. പിന്നെ ഇതിൽ റിലേറ്റ് ചെയ്ത ഫാക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ രമേശ് പൊക്രിയാൽ നിഷാങ്ക് ആണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അത് നമ്മുടെ SSC എക്സാംസിനും അതേപോലെ ഡിഗ്രി എക്സാംസിനും ഒക്കെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഇവൻ്റ് ആയിരുന്നു ഈ 5th എഡിഷൻ ഓഫ് ഏഷ്യ എക്കണോമിക് ഡയലോഗ്. ഇതും വിർച്വലിയാണ് നടത്തിയത്. ഏഷ്യ എക്കണോമിക് ഡയലോഗ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ പേരിൽ നിന്ന് തന്നെ ഏഷ്യ എക്കണോമിക് ഡയലോഗ് ഒരു എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യയുടെ ചുറ്റുമുള്ള ബോർഡേഴ്സിലുള്ള രാഷ്ട്രങ്ങളും എല്ലാം കൂടെ പങ്കെടുത്ത ഒരു ഇവൻ്റ് ആയിരുന്നു ഇതിൽ. നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, നമ്മൾ ഫിനാൻഷ്യൽ ട്രേഡും റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ചിട്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കൺവെൻഷൻസ് എല്ലാം നടക്കാറുണ്ട്. അപ്പോൾ അതിന് തത്തുല്യമായിട്ട് ഒരു ഈസ്റ്റിൽ നടക്കുന്ന ഒരു കൺവെൻഷൻ എന്ന രീതിയിലാണ് നമ്മളിതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഏഷ്യ എക്കണോമിക് ഡയലോഗ് എന്ന് പറയുന്നത് ഈസ്റ്റിലെ ദാവോസ് എന്ന രീതിയിലൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഏഷ്യ എക്കണോമിക് ഡയലോഗാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്രാവശ്യം പ്രധാനമായിട്ട് ചർച്ച ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡൈനാമിക്സ് ഇൻ ഏഷ്യ ആൻഡ് ഇറ്റ്സ് എക്സ്റ്റൻഡഡ് നെയ്ബർഹുഡ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് പോസ്റ്റ് COVID-19 ഗ്ലോബൽ ട്രേഡ് ആൻഡ് ഫിനാൻഷ്യൽ ഡൈനാമിക്സ്. COVID-19 പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഡൈനാമിക്സിന് വ്യത്യാസം വരാൻ പോകുന്നത്, അതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. ഇത് ആരാണ് ഓർഗനൈസ് ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാം. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും പിന്നെ പൂന ബേസ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് തിങ്ക് ടാങ്കുമാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. ഏഷ്യ എക്കണോമിക് ഡയലോഗ് ഓർഗനൈസ് ചെയ്തത് 2 പേര് ചേർന്നിട്ടാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും പൂന ഇൻ്റർനാഷണൽ സെൻറ്ററും ചേർന്നിട്ടാണ്. ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്നത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുക. കാരണം ഇത് എക്കണോമിക്സുമായിട്ട് അധികം ബന്ധം നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയാണ് ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ COVID-19 പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ ട്രേഡ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, ഈ മാറ്റത്തിൻ്റെ എങ്ങനെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം, കൂടുതൽ ട്രേഡ് റിലേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. റീസെൻ്റ്ലി നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൺവെൻഷനാണ് ഗ്ലോബൽ ബയോ ഇന്ത്യ 2021 എന്ന് പറയുന്നത്. ഈ ബയോ എന്ന പദത്തിൽ നിന്ന് തന്നെ നമുക്കതൊരു ബയോ ടെക്നോളജി റിലേറ്റ് ചെയ്യുന്ന ഒരു കൺവെൻഷനാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യനെ ഒരു ബയോ ടെക്നോളജി ഹബ്ബാക്കി മാറ്റുക എന്നതാണ് നമ്മൾ കാണുന്ന ഒരു വിഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ട്രാൻസ്ഫോമിങ് ലൈഫ്സ് എന്നതായിരുന്നു എൻ്റെ തീം. ഇത് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. ഗ്ലോബൽ ബയോകോൺ ഇന്ത്യയുടെ തീം എന്തായിരുന്നു എന്ന രീതിയിൽ ഒരു ചോദ്യം വരാം. ഇതിൻ്റെ ടാഗ്ലൈൻ ബയോ സയൻസസ് ടു ബയോ എക്കണോമി എന്നുള്ളതാണ്. ബയോ സയൻസസ് എന്ന് പറയുന്നത് ബയോ ടെക്നോളജി തുടങ്ങിയ സയൻസുകളെയാണ്. അതിൽ നിന്ന് നമുക്ക് ബയോ എക്കണോമിക് ലെവലിൽ എങ്ങനെ അതിനൊരു പ്രൊഡക്ഷൻ കൊണ്ടുവരാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ബയോ എത്തനോൾ എന്ന് പറയുന്നത് ഒരു ബയോ ടെക്നോളജിയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്കൊരു പെട്രോളിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു എക്കണോമിക് എഫക്റ്റ് ഉണ്ടാക്കുന്നു. ആ ഒരു കൺസെപ്റ്റാണ് ബയോ സയൻസസ് ടു ബയോ എക്കണോമി എന്ന രീതിയിൽ ഈ ടാഗ്ലൈനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ തീമാണ് ട്രാൻസ്ഫോമിങ് ലൈഫ് എന്നതാണ് ഇതിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ബയോടെക്നോളജിയുടെ പ്രയോജനത്തിലൂടെ നമുക്ക് ജീവിത നിലവാരം മാറ്റാൻ എങ്ങനെ പറ്റും, അതാണ് ട്രാൻസ്ഫോമിങ് ലൈഫ് എന്നതാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. ഇതിൽ നമുക്കിനി ഓർക്കേണ്ടത് ബിറാക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ബയോടെക്നോളജി റിസർച്ചിനെല്ലാം ഹെഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അത് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിൻ്റാണ്. പിന്നെ ഓർക്കേണ്ട മറ്റൊരു പോയിൻ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മിനിസ്റ്റർ ആരാണെന്ന് ഓർത്തിരിക്കുക. ഡോക്ടർ ഹർഷ് വർദ്ധനാണ് എൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് പ്രധാനപ്പെട്ട മറ്റൊരു ഇവൻ്റാണ് ഡെസേർട്ട് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു മിലിറ്ററി എക്സസൈസ്. ഇതൊരു എയർഫോഴ്സ് എക്സസൈസ് ആണ്. അതായത് വിമാനങ്ങൾ എയർഫോഴ്സ് മിലിറ്ററി എയർഫോഴ്സ് വിമാനങ്ങളുടെ ഒരു എക്സസൈസാണ്. ഇത് ആരാണ് നടത്തുന്നത്, ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്. ഇത് നടത്തുന്നത് UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഇത് നടത്തുന്നത്. ഇതിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു മൾട്ടി നാഷണൽ എയർഫോഴ്സ് എക്സസൈസിൽ പങ്കെടുക്കുന്നത്. നേരത്തെ തന്നെ ഒരുപാട് നേവൽ എക്സസൈസിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട്. മൾട്ടി നാഷണലായിട്ട് നടക്കുന്ന നേവൽ എക്സസൈസിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 രാജ്യങ്ങൾ മാത്രമായിട്ട് നടക്കുന്ന എയർഫോഴ്സ് എക്സസൈസിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട്. ബൈലാറ്ററൽ എക്സസൈസ് എന്ന് പറയും. ഇത് ആദ്യമായിട്ടാണ് ഒരു മൾട്ടി നാഷണൽ എയർഫോഴ്സ് എക്സസൈസിൽ ഇന്ത്യ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഡെസേർട്ട് ഫ്ലാഗ് എന്നാണ്. ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് UAE ആണ്, യുണൈറ്റഡ് എമിറേറ്റ്സ് ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത ന്യൂസിൽ വന്ന ഒരു കാര്യമാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് 2023 UN അസംബ്ലി തിരഞ്ഞെടുത്തു. ഇന്ത്യയാണ് ഈ ഒരു റെസൊല്യൂഷൻ മുന്നോട്ട് വച്ചത്. ഇന്ത്യ ഇത് മുന്നോട്ട് വച്ചപ്പോഴത്തേനും ഉണ്ടായ ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത് ആ സഭയിൽ സ്നാക്സിൻ്റെ കൂടെ മില്ലറ്റ്സ് കൊണ്ടുണ്ടാക്കപ്പെട്ട മുറുക്കുകളും അവർക്ക് വിതരണം ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾക്ക് മുറുക്ക് ഡിപ്ലോമസി എന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയൊക്കെ അതിനെ ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ മുറുക്ക് ഡിപ്ലോമസി എന്താണെന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 2023 എന്ന ഫാക്റ്റ് ഓർത്തിരിക്കുക. 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മില്ലറ്റ്സ് എന്തുകൊണ്ടാണ് ഈ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത് വാട്ടർ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തും ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലത്തും വളരാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ അരിനെയും ഗോതമ്പിനെ അപേക്ഷിച്ച് വെള്ളം കുറച്ച് മതി, അതേസമയത്ത് ന്യൂട്രീഷണൽ കണ്ടൻറ്റും അവരെക്കാളും കുറച്ചുകൂടി കൂടുതലുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മില്ലറ്റ്സിൻ്റെ കൾട്ടിവേഷൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു റെസൊല്യൂഷൻ മുന്നോട്ട് വച്ചത്. ഇത് ഐക്യകണ്ഠേന എല്ലാവരും ഇത് അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന രീതിയിൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്ത ന്യൂസിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഓൾ വിമൺ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഈ ഓൾ വിമൺ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഒരു പാസ്പോർട്ട് കേന്ദ്രങ്ങളാണ്. അവിടെ വർക്ക് ചെയ്യുന്നതെല്ലാം വിമൺസ് ആയിരിക്കും. അപ്പോൾ ഇത് 2 സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ വിമൺസ് ഡേയിലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഒന്ന് ഡൽഹിയിലും ഒന്ന് ഇപ്പോൾ തൃപ്പൂണിത്തറയിലുമാണ് ഇതിപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വിമൺ എംപവർമെൻറ്റ് തന്നെയാണ്. ഇത് പാസ്പോർട്ട് സേവാ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്കീമിൻ്റെ കീഴിലാണ് ഇത്തരത്തിലുള്ളൊരു ഇവൻ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതി ഇവർ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പുറത്തുള്ളവർക്കും ഇവിടെ ഉള്ളവർക്കെല്ലാം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന 2 സ്ഥലങ്ങൾ ഓൾ വിമൺ പാസ്പോർട്ട് കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിച്ച 2 സ്ഥലങ്ങളാണ്. 2 സ്ഥലത്തെ പാസ്പോർട്ട് കേന്ദ്രങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. ന്യൂഡൽഹിയിലാണ് ഒന്ന്, രണ്ടാമത്തത് തൃപ്പൂണിത്തറയാണ് രണ്ടാമത്തെ ഓൾ വിമൺ പാസ്പോർട്ട് കേന്ദ്ര ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓവറോൾ ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാം. ആമസോണിയ 1 എന്താണ്? ആമസോണിയ 1 എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ ഒരു സാറ്റലൈറ്റ് ആണ്. ISRO ആണ് അത് വിക്ഷേപിച്ചിരിക്കുന്നത്. സിന്ധു നേത്ര സാറ്റലൈറ്റ് അത് ISRO PSL 51 തന്നെ വിക്ഷേപിച്ചതാണ്. DRDO വികസിപ്പിച്ച ഇന്ത്യൻ ഓഷ്യൻ സർവൈലൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആർട്ടിക്ക M എന്ന് പറയുന്നത് റഷ്യൻ സാറ്റലൈറ്റ് ആണ്. ആർട്ടിക് റീജിയനിലുള്ള ക്ലൈമാറ്റിനെയും അതിനെ മുൻകൂട്ടി പ്രവചിക്കാനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്ക M റഷ്യ ഇപ്പോൾ വിക്ഷേപിച്ചത്. ഇനി അടുത്ത് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഡിഫൻസ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർസനലാണ്, മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഒരു ക്രൂയിസ് മിസൈലാണ്, സൂപ്പർസോണിക് മിസൈലാണ്. ഫിലിപ്പീൻസുമായിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ്ലി വന്ന കരാർ പ്രകാരമാണ് അവരത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അതാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എക്കണോമിക് റിപ്പോർട്ട്, ഇന്ത്യയുടെ റാങ്ക് 117 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ എവിടെയാണ് വരുന്നത്? പട്നയിലാണ് വരുന്നത്. വേൾഡ്സ് ഫസ്റ്റ് പ്ലാറ്റിപ്പസ് സാങ്ച്വറി എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് ആദ്യത്തെ ലോകത്തിലെ പ്ലാറ്റിപ്പസ് സാങ്ച്വറി വരുന്നത്. ഇനി അടുത്തത് മോസ്റ്റ് ലിവബിൾ സിറ്റി ഇൻ ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ് പ്രകാരം മോസ്റ്റ് ലിവബിൾ സിറ്റി എന്ന് പറയുന്നത് ടോപ്പിൽ ബാംഗ്ലൂരാണ്. മില്യൺ പോപ്പുലേഷന് മേളിൽ. മില്യൺ പോപ്പുലേഷൻ താഴെയാണെങ്കിൽ ഷിംലയാണ്. മുനിസിപ്പാലിറ്റി പെർഫോമൻസ് ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഇൻഡോറാണ്. മില്യൺ പോപ്പുലേഷന് താഴെയാണെങ്കിൽ അത് ന്യൂഡൽഹിയാണ്. ഗൈരിക്ക് പഹ്ചാൻ ചെലിക് നാം എന്ന് പറയുന്ന സ്കീം അത് ഉത്തരാഖണ്ഡിലാണ്, നൈനിറ്റാലിലാണ് അത് ലോഞ്ച് ചെയ്തത്. പെൺകുട്ടികളുടെ പേര് വീടിനിടുന്ന ഒരു സ്കീമാണ്. കേരളാസ് ന്യൂ ചീഫ് സെക്രട്ടറി VP ജോയ് ആണ്. ഫീമെയിൽ ഫുട്ബോൾ ക്യാപ്റ്റൻ ആരാണ്? ഇന്ത്യൻ ഫീമെയിൽ ഫുട്ബോൾ ക്യാപ്റ്റൻ ആരാണ്? ലോറ്റോങ്ബാങ് ആഷ്ലത ദേവിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഹുറൂൺ റിച്ച് ലിസ്റ്റിൽ ഇന്ത്യൻ ടോപ്പ് 10 വന്നത് ആരാണ്? മുകേഷ് അംബാനിയാണ് 8ാം സ്ഥാനത്ത് വന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ ആരാണ്?
അക്ഷയ് കുമാറിനാണ് ലക്ഷ്മി എന്ന സിനിമയിലാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ബെസ്റ്റ് ആക്ടർ ആരാണ്? ചാഡ്വിക് ബോസ്മാൻ ആണ് അതിൻ്റെ ഉത്തരം. ഓൾ വിമൺ പാസ്പോർട്ട് സേവാ കേന്ദ്ര എവിടെയാണ് വന്നത്? ഒന്ന് ന്യൂഡൽഹിയിലാണ്, ഒന്ന് കേരളത്തിലെ തൃപ്പൂണിത്തറയിലുമാണ്. ഇനി അടുത്തത് തീം ഓഫ് ഗ്ലോബൽ ബയോ ഇന്ത്യ 2021 ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് എന്നതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. ഡെസേർട്ട് ഫ്ലാഗ് അത് ഏത് രാഷ്ട്രത്തിലാണ് നടക്കുന്നത്? UAE ആണത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന വർഷം ഏതാണ്? 2023 ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കറണ്ട് അഫെയർസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. KS മെൻറ്ററിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതോടൊപ്പം നമ്മുടെ ലൈവ് ക്ലാസ്സിൽ അഡ്മിഷൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഉള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം വരുന്നു. പ്രിലിമിനറിക്ക് ശേഷമുള്ള രണ്ടാം ഘട്ടം ഡിസ്ക്രിപ്റ്റീവ് ആകാനാണ് സാധ്യത. ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിനെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് ആവശ്യം കൺസെപ്ച്വൽ സ്റ്റഡിയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി KS മെന്റർ ഇത് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. കേരള PSCയുടെ മാറുന്ന പരീക്ഷാ രീതികൾക്കനുസരിച്ച് ആദ്യമായി നടത്തിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് ഏറ്റവും അധികം കുട്ടികളെ പ്രിലിംസ് ജയിപ്പിച്ചതും ഏറ്റവും അധികം കുട്ടികളെ മെയിൻസിന് പരിശീലിപ്പിച്ചതും ഞങ്ങളുടെ സ്ഥാപനമാണ് KS മെന്റർ. KS മെന്ററിലെ വിദ്യാർത്ഥികൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്നത് ഒരു ബാലികേറ മലയൊന്നുമല്ല. നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാൻ പഠന രീതിയിലെ മാറ്റം അനിവാര്യമാണ്. KS മെന്റർ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. When KS mentor is with you, success will be yours.